ഐസ്ബിനെ കാണാൻ പറ്റും. ഇതൊരു കാറ്റാണ് കാണാൻ, 2 കാലുകൂടിയാണ്. ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ സൈക്കിളിനെ കുറിച്ച് പറഞ്ഞ പോലെ നമ്മുടെ അപ്പോൾ ഞാൻ അധികം ലേറ്റ് ആക്കണില്ല. സോ നമ്മൾ വാങ്ങിച്ചേക്കുന്നതാണ് ഗായ്സ് പോലെ ഒരു നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു ഇലക്ട്രിക് സൈക്കിൾ വാങ്ങിച്ചിരിക്കുകയാണ്. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഓൾറെഡി ഇത് ഒരു സൈക്കിൾ കൂടി ഉണ്ട്, അത് പഴയ സൈക്കിളുണ്ട്. ഇത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച സൈക്കിളാണ്. പക്ഷേ ഇതിൽ നമ്മുടെ ഇലക്ട്രിക് ആയിട്ടൊന്നുമില്ല, നമ്മൾ ഗിയറിൽ തന്നെ ചവിട്ടി പോകണം. സോ അപ്പോഴാണ് ഞാനൊരു ഇലക്ട്രിക് സൈക്കിൾ ഓർഡർ ചെയ്താലെന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ അധികം ലേറ്റ് ആക്കണില്ല. സോ നമ്മൾ വാങ്ങിച്ചേക്കുന്നതാണ് ഈ മോട്ടാർ റാഡിൻ്റെ ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഇതൊരു ഇലക്ട്രിക് സൈക്കിളാണ്. സോ നമ്മുടെ പാഴ്സലും കാര്യങ്ങളും ഇങ്ങനെ ഉണ്ട്. ഇതിന് നമ്മൾ അസംബിൾ ചെയ്യണം. സോ അതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് ചെയ്ത വീഡിയോസൊക്കെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് അടിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സൈക്കിൾ. ഏടാ മോനെ ഗായ്സ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഇതാണ് ടയർ എന്ന് പറയുന്നത്. ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ ഗായ്സ്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളും. ബാറ്ററി അല്ല, ഇത് വേറെ എന്തൊക്കെയാണ്. നൈസ് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഒരു സൈക്കിൾ പുറത്തേക്ക് എടുക്കണം. വാ നൈസ്. ഇതാണ് നമ്മുടെ സൈക്കിൾ വന്നിരിക്കുന്നത്. സോ ഇവിടെ അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളും കാണാൻ പറ്റും. അത് റിമൂവബിൾ ബാറ്ററിയാണ്. സോ നമുക്കത് ഊരിയിട്ട് നമുക്ക് ചാർജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ ഇവിടെ ഒരു താക്കോലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ. സോ ഇത് അസംബിൾ ചെയ്യണതാണ് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. നമ്മുടെ സൈക്കിളിനെ മേലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ക്രാഫ്റ്റഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ എഴുതി. നമ്മൾ വീടിൻ്റെ ഉള്ളിലാണ് ഇത് അസംബിൾ ചെയ്യുന്നത്, പുറത്ത് വലിച്ചു കൂടി. അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. ഇതൊക്കെ ഒന്ന് വലിച്ച് കളയണം. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് കട്ട് ചെയ്യാം ഗായ്സ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഈ സൈക്കിളിൻ്റെ ബാറ്ററിയും കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ അതിൻ്റെ താക്കോലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതിട്ടിട്ട് കണ്ടോ, ഇതിങ്ങനെ ഇടാം. എന്നിട്ട് ഗായ്സ് കണ്ട, അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. റിമൂവബിൾ ആയതുകൊണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ഊരിയിട്ട് നമുക്ക് ചാർജ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കവറും കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട്. സോ ഇത് നമ്മുടെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഇതിൻ്റെ മേലോട് സ്വിച്ചും കാര്യങ്ങളൊക്കെ വരാൻ കാണാൻ പറ്റും. സോ പിന്നെ ഇവിടെ നമ്മുടെ ഈ മോട്ടോർ ആയിരുന്നുള്ള വലിയ ലേബൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ടിറക്സ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബ്രാൻഡിൻ്റെ ലേബലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പെട്ടി വന്നിട്ടുണ്ട്. ഉള്ളിൽ നമുക്ക് കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. സോ ഇതൊക്കെ അതിൻ്റെ മേലെ അസംബിൾ ചെയ്യാനുള്ളതാണ് ഗായ്സ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ ബോക്സുകൾ കാര്യം വന്നിട്ടുണ്ട്. സോ ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ നോക്കാം. ഈ ഒരു ബോക്സിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ കുറച്ച് പെഡലും പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ലൈറ്റും ആണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മഡ് ഗാർഡും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കിലും ഫ്രണ്ടിലും വയ്ക്കാനുള്ള മഡ് ഗാർഡ് വന്നിട്ടുണ്ട് ഗായ്സ്. പിന്നെ ഈ ഒരു ഐറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. ഇത് നമ്മുടെ ഫ്രണ്ടിലത്തെ ടയർ ഫിക്സ് ചെയ്യാനായിട്ട് ഈ ഒരു ഐറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഗായ്സ്, അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സ് ആണ് നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത് ഗായ്സ്. പിന്നെ ഇതിൻ്റെ പെട്ടിയുടെ ഉള്ളിൽ നമുക്ക് ചാർജർ വന്നിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് ചാർജർ. ഈ ഒരു ഐറ്റം ഇതിൻ്റെ ബാക്കിൽ ഇവിടെ കുത്തണം. ഇത് കുത്തിയിട്ട് ഇതുവഴിയാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ പോർട്ട് വന്നിരിക്കുന്നത്. ഓട്ടോ കാണാൻ പറ്റും. ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി ഗായ്സ്. പിന്നെ ഇത് നമ്മുടെ ആ ഒരു ബാറ്ററിയുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. 36 വാട്ടിൻ്റെ ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ് വന്നിരിക്കുന്നത് നമുക്ക്. അപ്പോൾ ഇപ്പോൾ അവിടെ എന്നൊക്കെ എഴുതിയിട്ട് ഒരു വേറെ പെട്ടി ഇട്ടിട്ടുണ്ട്. ഈ മോട്ടോറിൻ്റെ വേറെ പെട്ടിയാണ്. സോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ കുറച്ച് അലങ്കീസും അതേപോലെ തന്നെ ഇവിടെ സ്പാനേഴ്സും അതേപോലെ തന്നെ വേറൊരു ഐറ്റം ഇത് നമ്മുടെ ആ ഒരു ചാവിയുടെ മേലുള്ള ഒരു ഐറ്റാണ്. അതൊക്കെ വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമുക്ക് അലങ്കി കിട്ടിയിട്ടുണ്ട്. സോ ഈ അലങ്കി എടുത്തിട്ട് കണ്ടാ ഇങ്ങനെ വെക്കുക, ഊരിയെടുക്കണം ഗായ്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ നിന്ന് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഒരു വിധത്തിൽ ഹാൻഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ഫിക്സ് ചെയ്യാനുള്ളത് നമ്മുടെ ടയർ അതേപോലെ തന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം ഗായ്സ്. പിന്നെ അടുത്തായിട്ട് നമ്മളൊരു ടയർ ഫിക്സ് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് തല ഇരിച്ചിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇത് ഇങ്ങനെ വെക്കണം ഗായ്സ്. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഐറ്റം വെക്കാനുള്ളതാണ്. ഇതൊന്നുമില്ല, ഇത് ജസ്റ്റ് ഊര. എന്നിട്ട് ഇവിടെ ഒരു ഓട്ടയുണ്ട് കേട്ടോ. ഈ ഓട്ടയുടെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് കടത്താം. എന്നിട്ട് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് വെക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് പെഡൽ കൂടി ഫിറ്റ് ചെയ്യണം കേട്ടോ, അത് മറന്നുപോയി. സോ ആ പെഡൽ നമുക്ക് ഇവിടെ നിന്ന് ഫിറ്റ് ചെയ്യണം. ഏടാ മോനെ നോക്ക്, നമ്മുടെ വണ്ടി നമ്മുടെ ബൈക്ക് സെറ്റ് ആയിട്ടുണ്ട് ഗായ്സ്. നമ്മുടെ സൈക്കിളിവിടെ സെറ്റ് ആയിക്കാണ്. നമ്മളിവിടെ മഡ് ഗാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ബാറ്ററി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഹെഡ്ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചാവിയും കാര്യങ്ങളും കാണാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ സൈക്കിളിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമ്മളെല്ലാം അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫൈനലി നമ്മുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി വേറെ കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ സൈക്കിളൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇവിടെ നമ്മുടെ ബാറ്ററിയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ ബാറ്ററി 36 വാട്ടിൻ്റെ ബാറ്ററിയാണ്. അതുപോലെ നമ്മുടെ മോട്ടർ വന്നിരിക്കുന്നത് 250 വാട്ടിൻ്റെ മോട്ടറാണ് വന്നിരിക്കുന്നത്. 36 വാട്ടിൻ്റെ ബാറ്ററി. ഓക്കെ, അതേപോലെ തന്നെ ഒരു ഹെഡ്ലൈറ്റും കാര്യങ്ങളും പിന്നെ നമ്മുടെ ചാവി കാര്യങ്ങളും ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്നും ഇതൊക്കെ അതിനെ പ്രവർത്തിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഗായ്സ്. അപ്പോൾ നമുക്ക് സൈക്കിൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാം. അവിടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ സ്റ്റാൻഡ് ഇടുക, എന്നിട്ട് നമ്മുടെ സൈക്കിൾ എടുത്തിട്ട് പുറത്ത് കൊണ്ടുവയ്ക്കാൻ പോവാണ്.
ഗൈസ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സൈക്കിളിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക്, ഒരു ഫുൾ ബ്ലാക്ക് അല്ല, ഒരു ഗ്രേ കളർ പോലത്തെ ഒരു ഇതാണ്. പിന്നെ അതുപോലെ ഒരു റെഡ് മിക്സ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗിയർ എന്ന് പറയുകയാണ് 7 ഗിയേഴ്സ് വരുന്നുണ്ട്. ഷിമാനോ അൾട്രസിൻ്റെ ഗീസാണ് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഇത് കാണാൻ പറ്റും, ഒരു ഷോക്കപ്പിൻ്റെ ഇത് നമുക്ക് ഓണും ലോക്ക് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റും. കാരണം ലോക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇത് ഭയങ്കര ഹാർഡായിരിക്കും, ഓപ്പൺ ചെയ്ത് വെച്ചാൽ നമ്മുടെ ഷോക്കപ്പ് നല്ലപോലെ കിട്ടും ചെയ്യും. നമ്മുടെ ഇതിൻ്റെ മേലെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിസ്കവർ ബിയോണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം നല്ല സീറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് കൺട്രോൾസും കാര്യങ്ങളും കാണാൻ പറ്റും. ഇവിടെ പവർ ഓൺ, അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മോഡുകൾ മാറ്റാനുള്ള ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗിയർ മാറ്റാനുള്ള സംഭവം വന്നിട്ടുണ്ട്. പിന്നെ ഒരു LCD ഡിസ്പ്ലേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഓൺ ആക്കുമ്പോൾ കാണാൻ പറ്റും. സോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മുടെ ഈ താക്കോല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു താക്കോലുള്ളത് നമ്മുടെ ബാറ്ററി ഊരാനാണ്, ബാറ്ററി ലോക്ക് ചെയ്ത് വയ്ക്കാനാണ് ഇത് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഇതുള്ളത് നമ്മുടെ വണ്ടി ഓൺ ആക്കാനാണ്. സോ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഓൺ ആക്കിയ ശേഷം നമ്മുടെ ഈ ഒരു സ്വിച്ച് ഉണ്ടോ, ഇത് അമർത്തി പിടിക്കുമ്പോൾ കണ്ട ഇവിടെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന കാണാൻ പറ്റും. നമ്മുടെ ആ ഒരു കിലോമീറ്ററും കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം ഇവിടെ മോഡുകൾ മാറ്റുമ്പോൾ അതനുസരിച്ച് ഇവിടെ 1, 2, 3, 4 മോഡുകൾ മാറണം കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇരുട്ടത്തേക്ക് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ട ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ. അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ച് അമർത്തി പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ടയർ കണ്ട തന്നെ തിരിഞ്ഞോളും കിടന്നിട്ട്, കണ്ടില്ലേ. ഇത് ഓട്ടോമാറ്റിക് തിരിയുന്നതാണ്, നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഇവിടെ ത്രോട്ടിൽ കൊടുക്കുക കാര്യങ്ങളൊന്നും ചെയ്യണില്ല, ഓട്ടോമാറ്റിക് തിരിയുന്നതാണ്. ഇവിടെ കാണാൻ പറ്റിയ 5 മോഡുകളാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഒന്നാമത്തെ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടി കണ്ടോ ഇതേപോലെ പോവും. രണ്ടാമത്തെ മോഡ് തൊട്ട് 5ാമത്തെ മോഡ് വരെ പെഡൽ അസിസ്റ്റൻസ് കിട്ടും. പെഡൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ നമ്മുടെ മോട്ടർ ഒപ്പം വർക്കാവും. ഓക്കെ, ആ മോട്ടർ ഒപ്പം വർക്കാവുമ്പോൾ നമുക്കധികം ഇങ്ങനെ പ്രയാസപ്പെട്ട് ചവിടേണ്ട ആവശ്യമില്ല. കയറ്റം കയറാണെങ്കിലും ഇതൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കാര്യം കയറി പോകാനൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഇങ്ങനെ കത്തിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ 5ാമത്തെ ഇതിലിട്ടിട്ടുണ്ട് മോഡിൽ. അതിനുശേഷം ഇതിങ്ങനെ അമർത്തി പിടിക്കുക. സോ ഇത് അമർത്തി പിടിക്കുമ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് ഇവിടെ കത്തി കാണാൻ പറ്റും. അത്യാവശ്യം ബ്രൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവിടെ അടിപൊളിയായിട്ട് കത്തിയെടുക്കുന്നുണ്ട്. പിന്നെ സംഭവം നോക്കുകയാണെങ്കിൽ ഭയങ്കര ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സാധാരണ നോർമൽ ഗിയർ സൈക്കിൾ എടുത്തിട്ടുണ്ട്. സോ ഇത് ഞാൻ മുൻപ് വാങ്ങിച്ചതാണ്, കഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു സൈക്കിൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ എക്സ്ട്രാ ബാറ്ററിയും കാര്യങ്ങളും പിന്നെ പെഡൽ അസിസ്റ്റൻസും കാര്യങ്ങളും കിട്ടുമ്പോൾ നമ്മൾ ഈ ഒരു സൈക്കിളിൽ കയറ്റം കയറുമ്പോഴാണ് ചവിട്ടണ ഒരു പ്രഷറും കാര്യങ്ങളും നമുക്ക് ഇതിലെടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊരു ഓട്ടോമാറ്റിക്കലി ഒരു പെഡൽ അസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വയ്യാണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ത്രോട്ടിൽ കൊടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളും നമുക്ക് ഓടിക്കാൻ പറ്റുന്നതാണ്. ആ വണ്ടിയുടെ ബ്രാൻഡ് നെയിമും കാര്യങ്ങളും പറഞ്ഞു ഈ മോട്ടോറാഡ്. അതിൻ്റെ TRX Plus എന്ന് പറഞ്ഞൊരു മോഡലാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ടയറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈ ഒരു വിഡ്ത്ത് വന്നിരിക്കുന്നത് 2.25 ഇഞ്ചസ് ആണ്. 26 ഇഞ്ചിൻ്റെ ടയറുണ്ട്, 27.5 എന്താ പറയുക ഇഞ്ചിൻ്റെ ടയറുണ്ട്, 29 ഇഞ്ചിൻ്റെ ടയറുണ്ട്. അങ്ങനെ 3 വേരിയൻറ്റിൽ നമുക്ക് എൻ്റെ വലിപ്പം അവൈലബിൾ ആണ്. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഇന്ത്യയുടെ കുറച്ച് ബാഡ്ജിങ് കാര്യങ്ങളും നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞില്ല, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈക്കിളിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. കേട്ടോ, സിമ്പിളായിട്ട് എടുക്കാനൊക്കെ പറ്റും. 30 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത്. ബാറ്ററി അടക്കത്തുള്ള വെയിറ്റ് ആണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇത് വന്നിരിക്കുന്നത് അലുമിനിയം അലോയി ആണ്. നേരത്തെ പറഞ്ഞു അലുമിനിയം 60 എന്ന് പറഞ്ഞ ഒരു ഇതാണ് വന്നിരിക്കുന്നത്, മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഫ്രെയിം സൈസ് വന്നിരിക്കുന്നത് 18 ആണ്. അപ്പോൾ നമ്മളെന്തായാലും ഇനി ഇത് എടുത്തിട്ട് ചവിട്ടാൻ പോവാണ്. ഓക്കെ, സ്റ്റാൻഡിങ് കാര്യം ഇട്ടിട്ടുണ്ട്. ഇതിൽ ഇവിടെ ഞാനിവിടെ മോഡ് 1 ആക്കിയിട്ട് ഈ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ സൈക്കിൾ ഇങ്ങനെ പോണത്. ഇയാടെ മോനെ സീന്. ഞാൻ നേരത്തെ പറഞ്ഞു ഷിമാനോ അൾട്രസിൻ്റെ ഗിയറാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെയാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ളതൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ 2 ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഞാൻ പെഡൽ ചവിട്ടണില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ആ ഒരു ത്രോട്ടിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, മാക്സിമം സ്പീഡ് വന്നിരിക്കുന്നത് 25 km/h നമുക്ക് ഓടിക്കാൻ പറ്റും. ഇപ്പം ഞാൻ ജസ്റ്റ് പെഡലിൽ മാത്രമാണ് ചവിട്ടുന്നത്. പെഡലിൽ ചവിട്ടാനാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഞാനിവിടെ പെഡൽ അസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. പെഡൽ അസിസ്റ്റൻസ് കൊടുക്കുമ്പോൾ ഇപ്പോൾ 2ാമത്തേൽ ഇട്ടാലും പെഡൽ അസിസ്റ്റൻറ്റ് 3, 4, 5 ഒക്കെ പെഡൽ അസിസ്റ്റൻസ് ആണ്. പക്ഷേ അതിൻ്റെ ഫാസ്റ്റ് ഇങ്ങനെ കൂടും. നമ്മുടെ മോട്ടർ നമുക്ക് തരണ ആ ഒരു ഇതുണ്ടല്ല, ഒരു സപ്പോർട്ട്, അത് ഭയങ്കരമായിട്ട് കൂടും ഗായ്സ്. അപ്പോൾ ഞാൻ നമ്മുടെ ബാറ്ററി ഓഫ് ചെയ്ത് ഇട്ടേക്കാണ്. അതിന് ശേഷം നമുക്ക് ഇവിടെ ഗിയർ മാറ്റണമെങ്കിൽ വേണ്ട, ഇവിടെയാണ് ഗിയർ മാറ്റാൻ പറ്റുക. സോ ഇപ്പോൾ ഉള്ളത് 7ാമത്തെ ഗിയറിലാണ്. ഞാനിതിങ്ങനെ തട്ടി ഇപ്പോൾ 5, 3, 2, 1 ഇപ്പോൾ 1ാമത്തെ ഗിയറിലാണ് പോണത്. ഇനി തിരിച്ച് ഈ ഗിയർ പഴയ പോലെ 7ാമത്തേൽ എത്തി കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഉണ്ടോ 1, 2, 5, 6, 7 പഴയ പോലെ ആ പഴയ പൊസിഷനിൽ വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നല്ല സുഖമാണ് ചവിട്ടാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇല്ലെങ്കിൽ കൂടി നല്ല സുഖത്തിൽ ഇങ്ങനെ ചവിട്ടി പോവാം.
ഇവിടെയാണ് ഹോൺ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള ഹോണാണ്. പിന്നെ ഇവിടെ കണ്ട ഞാൻ ഇവിടെ അമർത്തി പിടിക്കുമ്പോൾ വണ്ടി പറക്കാണ്. 25 km/h നമുക്ക് നമ്മുടെ സൈക്കിൾ ഓടിക്കാൻ പറ്റും. എൻ്റെ മോനെ കീടെല്ലാം ഫാസ്റ്റിലാണ് പോണത്. സൈക്കിളിൻ്റെ റേഞ്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബാറ്ററിയിൽ മാത്രമാണ്. നമ്മൾ ഈ ത്രോട്ടിൽ കൊടുത്തിട്ട് നമ്മുടെ ഈ ആക്സലേഷൻ മാത്രം കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ 35 km നമുക്ക് ദൂരെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ പെഡൽ അസിസ്റ്റൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ പെഡൽ അസിസ്റ്റൻസിൽ നമുക്ക് 45 km. പെഡൽ അസിസ്റ്റൻസ് പറയുമ്പോൾ നമ്മുടെ ബാറ്ററി പ്ലസ് നമ്മൾ പെഡൽ ആ രണ്ടും കൂടിയിട്ടാണെങ്കിൽ 45 km നമ്മുടെ ഇത് റേഞ്ച് കിട്ടും. ഐസ്പിനെ കാണാൻ പറ്റും. ഇതൊരു കാറ്റാണ്. സോ ഈ കാറ്റ് നമ്മൾ ത്രോട്ടിൽ മാത്രം കൊടുത്തിട്ട് കയറാൻ പോവാണ്. ഓയ്യേ ഇപ്പോൾ ഒന്നിലാണ് ഇട്ടക്കുന്നത്. ഞാൻ കണ്ടാ 2 കാലും കൂടിയാണ്. സോ നമ്മൾ കണ്ടാ ഞാനൊന്നും ചെയ്യുന്നില്ല. അയ്യോ അടിപൊളിയായിട്ട് നമ്മുടെ സൈക്കിൾ കയറി വന്നിട്ടുണ്ട്. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, പെഡലും ചവിട്ടിയില്ല. ജസ്റ്റ് ഈ ഒരു ഇത് മാത്രം കൊടുത്തു നമ്മുടെ വണ്ടി സുഖമായിട്ട് കയറി പോന്നിട്ടുണ്ട്. ഗൈസ് പിന്നെ നമ്മുടെ ഈ ഒരു സൈക്കിളിൻ്റെ ചാർജിങ് ടൈം പറയാനാണെങ്കിൽ 80% ചാർജ് ആവണമെങ്കിൽ 3.5 hours ആണ് വേണ്ടത്. അപ്പോൾ ചുരുങ്ങിയത് ഒരു 4 മണിക്കൂറൊക്കെ ചാർജ് ആവുകയാണെങ്കിൽ ഫുൾ ചാർജൊക്കെ ആവും. ഓക്കെ, ഫുൾ ചാർജിലാണ് ഞാൻ പറഞ്ഞ് 35 km നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ സൈക്കിളിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ കൈ റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 25 km ആണ് ഇതിന് പരമാവധി വേഗത. നമ്മുടെ ഈ ഒരു ബാറ്ററി ഓഫ് ചെയ്തിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് അത്ര ഫാസ്റ്റ് വേണമെങ്കിൽ ചോട്ടാൻ പറ്റും. ഗൈസ് അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സൈക്കിളിനെ കുറിച്ച് പറഞ്ഞ പോലെ നമ്മുടെ ഈ സൈക്കിളിൻ്റെ ബാക്കിൽ സസ്പെൻഷൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിന് ഹാർഡ് ടെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഫ്രണ്ടിൽ സസ്പെൻഷൻസ് ഞാൻ പറഞ്ഞ പോലെ ഓൺ ഓഫ് ആക്കി വെക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഈ മോട്ടർ റൈഡ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാര്യങ്ങൾ കാണാൻ പറ്റും നമുക്ക്. സൈക്കിളിൻ്റെ നമ്മുടെ ഈ ഒരു ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്ക് വിത്ത് ഓട്ടോ കട്ട് ഓഫ്സും കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ സൈക്കിളിൻ്റെ റിംസ് വന്നിക്കുന്നത് അലുമിനിയം അലോയ് റിംസ് ആണ് വന്നിക്കുന്നത്. പിന്നെ നമ്മുടെ സൈക്കിളിൻ്റെ വാറണ്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ സൈക്കിളിൻ്റെ ഈ ഒരു ഫ്രെയിമിനാണെങ്കിൽ ലൈഫ് ടൈം വാറണ്ടിയാണ് നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ മോട്ടർ ഷെല്ല്, ഹബ് മോട്ടർ, അതേപോലെ തന്നെ കൺട്രോളർ, ഇതെല്ലാം കൂടി വന്നിക്കുന്നത് 1 വർഷത്തെ വാറണ്ടിയാണ് വന്നിക്കുന്നത്. പിന്നെ ഇലക്ട്രോണിക് ഹാൻഡിൽ ബാർസും അതേപോലെ തന്നെ കൺട്രോൾസിനും ഇലക്ട്രോണിക് കണക്ഷൻസും ബാറ്ററി ചാർജർ അതിനൊക്കെ 6 മാസത്തെ വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പെയിൻറ്റിങ് വർക്ക്സും കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ അതിന് 1 year വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റും നമ്മുടെ ഹെഡ് ലൈറ്റും അതിൻ്റെ ലൈറ്റ് സിസ്റ്റംസൊക്കെ അതിൻ്റെ ബാക്കിലത്തെ ലൈറ്റ് സിസ്റ്റംസൊക്കെ 6 മാസത്തെ വാറണ്ടി. പിന്നെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ബാറ്ററിയുടെ വാറണ്ടി എന്ന് പറയുന്നത് 2 വർഷത്തെ വാറണ്ടി കിട്ടുന്നുണ്ട്. സോ ഇതാണ് എൻ്റെ വാറണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിന് മാക്സിമം ലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 110 kg ആണ്. 110 kg ഉള്ള ഒരാൾക്ക് നമ്മുടെ സൈക്കിൾ ഓടിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഈ ഒരു ബൈക്കിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ലെങ്ത്ത് വന്നിരിക്കുന്നത് 169.5 cm ആണ്. ഇതിൻ്റെ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഒരു നീട്ടം എന്ന് പറയുന്നത്. പിന്നെ ഹൈറ്റ് വന്നിരിക്കുന്നത് 106 cm ആണ്. ഇതൊക്കെയാണ് നമ്മുടെ സൈക്കിളിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഈ സൈക്കിൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ അതിലൊക്കെ അവൈലബിൾ ആണ്. സോ അതൊക്കെ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ബൈ.